ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം എന്താണ്, അവർക്ക് നിങ്ങളോടുള്ള മനോഭാവം എന്താണ്, നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുൻപായി ഒരു കാര്യം, നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. നമുക്ക് അവരുടെ കറന്റ് ഫീലിങ്സ് ഒന്ന് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ 6 കാർഡ്സ് എടുക്കുന്നുണ്ട്. അവരുടെ കറണ്ട് ഫീലിങ്സ് ആണ് നൈറ്റ് ഓഫ് കപ്സ്. വേറെ വന്നതുകൊണ്ട് നമുക്ക് ഒന്നുകൂടി ഷഫിൾ ചെയ്തെടുക്കാവേ. ഇവിടെ സൺ കാർഡാണ് വന്നിരിക്കുന്നത്. Seven of Cups. Death. 9 of Wands. ഒരു കാര്യം 8 of Pentacles. ബോട്ടം വന്നിരിക്കുന്നത് 4 of Pentacles ആണ്. നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് നോക്കാവേ. ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്താണ് അവർ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അതാണ് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞത്. Seven of Wands. Five of Cups. The Lovers. Ace of Swords. The High Priestess. Five of Pentacles. ബോട്ടം വന്നിരിക്കുന്നത് 9 of Swordന്റെ എനർജിയാണ്. അപ്പം നമ്മളിവിടെ കാണുന്ന കാര്യം നമുക്ക് പറയാവേ. ഇവിടെ വന്നിരിക്കുന്നത് അവരുടെ കറണ്ട് എനർജിയിൽ ഇവിടെ വന്നിട്ടുണ്ട് 7 of Cups. ഡെത്ത് കാർഡ് വന്നു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്? ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഡെത്ത് സംഭവിച്ചിരിക്കുന്നു, അതായത് സ്റ്റക്ക് സിറ്റുവേഷനിലാണെന്നാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഡെത്ത് സംഭവിച്ചിരിക്കുന്നു, സ്റ്റക്കായിട്ടുണ്ട്, നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് അവസ്ഥയിലാണ് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ഇപ്പോൾ അകന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവർ ഇതിന് സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്, മുന്നോട്ട് വരാൻ വേണ്ടി. കാരണം നിങ്ങൾ തമ്മിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തന്നെയല്ല, അവർക്ക് ചിലപ്പോൾ ഫാമിലി ഉണ്ടാവും. ഈ ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധകമാണ്. ഏത് തരത്തിലുള്ള സ്നേഹബന്ധത്തിനും ഇത് ബാധകമാണ്. ഫ്രണ്ട്ഷിപ്പിന്, എന്ത് കപ്പിൾസിന്, ലവേഴ്സിനും ഒക്കെയും. അപ്പോൾ ഇവിടെ തമ്മിൽ കുറച്ച് അകന്നിരിക്കുന്ന സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യം അവർക്ക് ഒരുപാട് മനപ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം യാതൊരു കോണ്ടാക്റ്റും ഇല്ല നിങ്ങളുമായിട്ട്.
ഡെത്ത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ സ്റ്റക്കാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ല. അല്ല എങ്കിൽ ചിലപ്പോൾ ലെസ്സായിട്ടുള്ള ഒരു കോണ്ടാക്ട് ഉണ്ടാവണം, ചിലപ്പോൾ ഒരു ഗുഡ് മോർണിംഗ് മാത്രം, അങ്ങനെ ഇട്ട് പോകുന്നവരും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 9 ഓഫ് വാൺസിന്റെ എനർജി. 9 ഓഫ് വാൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ 9 വാൺസ് ഉണ്ട്, പക്ഷേ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഒരു വാണ്ട് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. അതെന്താണ്, ആ ഒരു വാണ്ടെന്ന് പറയുന്നത് നിങ്ങളാകുന്ന വാണ്ട്. നിങ്ങളിലേക്ക് മാത്രമാണ് ഇവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്നാണ് കാണുന്നത്. കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ വളരെയധികം ആവേശത്തോടു കൂടി നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടെ എല്ലാവിധത്തിലും നിങ്ങളുടെ ബന്ധത്തിന് ഇപ്പോൾ കുറച്ച് അകൽച്ച വന്നിട്ടുണ്ട്. അവിടെ നിന്നുമാണ് തീർച്ചയായിട്ടും അവർ മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത്, അവരിപ്പോൾ കടന്നു പോകുന്ന സാഹചര്യമാണ് ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ. ഇനി അവിടെ നിന്നും അവർക്ക് എന്തൊക്കെയോ ആവേശത്തോടു കൂടി അവർ മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നു. അതായത് എന്തോ ഒരു കാര്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കുന്നു. അത് ആ ഒരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളായിരിക്കണം. മനസ്സിലായോ? ഇവിടെ അതുപോലെ 8 ഓഫ് പെന്റക്കിൾസ്, അവർ സാമ്പത്തികത്തിന് വേണ്ടി കുറെ ബുദ്ധിമുട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ബുദ്ധിമുട്ട് സാമ്പത്തികം ഉണ്ടാക്കുന്നു. സാമ്പത്തികമായിട്ട് അവർക്ക് ചിലപ്പോൾ തകർച്ച വന്നിട്ടുണ്ടാവും. അതായിരിക്കാം ഡെത്ത് കാർഡ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡെത്ത് സിറ്റുവേഷൻ എന്ന് പറയുന്നത് എല്ലാം കൊണ്ടും അവർക്ക് ഒരു സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ സ്റ്റക്കായിട്ടുള്ള ഒരു പീരീഡാണ് എന്നാണ് കാണുന്നത്. അത് സാമ്പത്തികമാകാം, സ്നേഹബന്ധവുമാകാം, എന്തുമായിക്കൊള്ളട്ടെ, അവർക്ക് ഇപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ എന്ന് കാണുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ 7 ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവരോട് പലരും അടുത്തുകൂടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അവരോട് പലരും അടുത്തുകൂടാൻ ശ്രമിച്ചിട്ടുണ്ട് പല സാഹചര്യങ്ങളിലും. ചിലപ്പോൾ ഇവരോട് സാമ്പത്തികം വാങ്ങിക്കാനാവാം, അല്ലെങ്കിൽ ഇവർക്ക് കൊടുത്ത് സഹായിക്കാനും ആവാം. അവർ സൺകാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുമായിട്ട് ഒന്ന് സന്തോഷത്തിലേക്ക് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഹാപ്പിനെസ് ആണ് അവർ ആഗ്രഹിക്കുന്നത് എപ്പോഴും. ഇപ്പോൾ അവരൊരു മൂഡ് ഓഫിലാണ്, സൈലന്റ് മൂഡിലാണ്. എന്നിരുന്നാൽ കൂടെ ഇപ്പോൾ അവർ കടന്നു പോകുന്ന സാഹചര്യം ഒരുപാട് വിഷമകരമാണെന്നാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ തന്നെയുമല്ല, ആകാംക്ഷയോടുകൂടി ഒത്തിരി ആവേശത്തോടുകൂടി അവർ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചു നിൽക്കുന്നു എന്നും കാണുന്നുണ്ട്. ഒരു കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളാകുന്ന ഒരു കാര്യമാകണം. കാരണം ഇവിടെ 9 മാൻസ് വന്നിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇവിടെ സൺകാർഡിന്റെ എനർജിയാണ്. അവരാഗ്രഹിക്കുന്നത്, അവർക്ക് സന്തോഷകരമായ ഒരു ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് നല്ലൊരു പാർട്ട്ണർ വേണം, അല്ലെങ്കിൽ പിരിഞ്ഞുപോയ പാർട്ട്ണർ അവരിലേക്ക് വന്നു ചേരണം, അല്ലെങ്കിൽ കുട്ടികളും ഒന്നിച്ച് നല്ല ഒരു ജീവിതം അവരിവിടെ ആഗ്രഹിക്കുന്നു. സന്തോഷത്തിലേക്ക് പോകാൻ, സമൃദ്ധിയിലേക്ക് പോകാൻ ഒക്കെയും അവരിവിടെ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഈ ഒരു എനർജി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലായ്പ്പോഴും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരി, 9 ഓഫ് കപ്സിന്റെ എനർജി എവിടെ ഇരുന്നാലും, എവിടെ എത്രമാത്രം ദൂരെ പോയാൽ തന്നെയും അവർ അവിടെ നിന്നും ലവ് പ്രപ്പോസ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. അവിടെ നിന്നും അവരുടെ ഹൃദയത്തിൽ നിന്നും അവരാഗ്രഹിക്കുന്ന വ്യക്തിയിലേക്ക് ലവ് പ്രപ്പോസ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. കപ്പിന്റെ എനർജിയാണ്. 8 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എത്ര ദൂരെ ഇരുന്ന് കഴിഞ്ഞാലും നിങ്ങളോട് ആയിരിക്കണം. ഇവിടെ ലവ് പ്രപ്പോസ് ചെയ്യുന്നു. നിങ്ങളാകുന്ന വാണ്ടിലേക്കാണ് ഇവിടെ നോക്കിയിരിക്കുന്നത്. 9 ഓഫ് വാൺസ്, നിങ്ങളില്ല എങ്കിൽ ഒരു കംപ്ലീഷൻ നടക്കുന്നില്ല എന്ന് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ബോധമുണ്ട്. അവർ കടന്നു പോകുന്ന സാഹചര്യം വളരെയധികം മോശമാണ്. സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളുണ്ട് ഒക്കെ. പിന്നെ ബോട്ടം വന്നിരിക്കുന്നത് 4 ഓഫ് പെന്റക്കിൾസ് ആണ്. അവരുടെ കറണ്ട് എനർജിയിലെ അവരിപ്പോൾ കടന്നു പോകുന്ന സാഹചര്യത്തിൽ മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് 4 ഓഫ് പെന്റക്കിൾസ് ആണ്. കാരണം അവരിവിടെ നിങ്ങളെ ആർക്കും കൊടുക്കാതെ, നിങ്ങൾ ആരോടും ഒരു ബന്ധം കൂടാൻ പോകാതെ നിങ്ങളെ ഹോൾഡ് ചെയ്തിരിക്കുന്നു. നിങ്ങളെ അവരുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അവർ നിങ്ങൾ ആരോടെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല. സെൽഫിഷാണ്. നിങ്ങളുടെ കാര്യത്തിൽ കൂടുതലായിട്ട് സ്വാർത്ഥതയുണ്ട് അവർക്ക്. പോസസീവ്നെസ് ആണ്. മനസ്സിലായോ? അപ്പോൾ ഈ നേരത്തെ തന്നെ നിങ്ങളോട് ആരെങ്കിലും സംസാരിക്കുമ്പോൾ, അല്ല എങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും മെസ്സേജ് ഇടുന്നത്, നിങ്ങളിലേക്ക് ആരെങ്കിലും മെസ്സേജ് തരുന്ന ഒന്നും അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അത്രമാത്രം പൊസസീവ്നെസ് ആണ് നിങ്ങളുടെ സ്നേഹത്തിന്റെ കാര്യത്തിൽ എന്നാണ് ഇവിടെ കാണുന്നത്. ഇനി നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ചോദിക്കുമ്പോൾ പ്രധാനമായിട്ടും ഇവിടെ വന്നിരിക്കുന്നത്
ലവേഴ്സാണ്. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങളുമായിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സോൾമേറ്റ് കണക്ഷൻ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും കുറച്ച് നാളൊന്ന് പിണങ്ങിയിരുന്നാൽ പോലും ഏത് സാഹചര്യത്തിലൂടെ പോയാലും അത് ചിലപ്പോൾ നിങ്ങളോട് അത്രമാത്രം ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലാണെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞു എന്ന് വരില്ല. കണ്ടില്ല, ഇവിടെ ഹൈ പ്രീസ്റ്റസ് എനർജി വന്നിരിക്കുന്നു. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഇവിടെ എന്തോ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഹൈഡിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സ്നേഹം വിട്ടുപോകാതിരിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഹൈഡിങ് ആണ്. എല്ലാ കാര്യങ്ങളും അങ്ങ് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം അവിടെ നഷ്ടപ്പെട്ടു പോകും. കാരണം നിങ്ങളോട് അവർക്കിവിടെ പൊസസീവ്നെസ് ഉണ്ട്. അപ്പോൾ പിന്നെ എല്ലാ കാര്യങ്ങളും അങ്ങ് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെട്ടാലോ എന്നവർ ഭയക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? അതുകൊണ്ട് അത് അവർക്ക് ഒളിച്ചു വെച്ചേ മതിയാവൂ. നല്ലതുപോലെ ഇൻഡ്യൂഷൻ ഉള്ള വ്യക്തികളാണ്, ദൈവാനുഗ്രഹം ഉള്ള വ്യക്തികളാണ് അവരെന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ കണ്ടില്ലേ, നിങ്ങളോട് ഇപ്പോൾ 5 ഓഫ് പെന്റക്കിൾസിന്റെ അവസ്ഥയാണ്. കുറച്ചൊന്ന് അകൽച്ചയിലാണ് നിങ്ങളോടിപ്പോൾ. അവർ കുറച്ചൊന്ന് അകൽച്ചയിലാണ്, അതായത് കുറച്ച് നോ കോണ്ടാക്ട് അവസ്ഥയാണ്. അത് കുറച്ച് മാത്രമാണ്. ഈ ഒരു 5 ഓഫ് പെന്റക്കിൾ എന്ന് പറയുന്നത് ദീർഘകാലത്തേക്കുള്ള പിണക്കമല്ല. ഡെത്ത് സംഭവിച്ചിട്ടുണ്ട്. അത് അവിടെ എന്താണ്, ചേഞ്ചാണ് വരാൻ പോകുന്നത്. ഒരു ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പുനർജന്മമല്ലേ വരുന്നത്, ഒരു മരണം, പുനർജന്മം ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും ചെറിയൊരു അകൽച്ച മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് ചോദിക്കുമ്പോൾ നിങ്ങളുമായിട്ട് കുറച്ചൊന്ന് അകൽച്ചയിലാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു അകൽച്ച എന്ന് പറയുന്നത് കുറച്ചു നാൾ കഴിയുമ്പോൾ തീർച്ചയായിട്ടും മാറുന്നതാണ്. വീണ്ടും നിങ്ങളോട് അടുത്ത് കൂടാൻ വേണ്ടിയുള്ള അകൽച്ച മാത്രമേ ഉള്ളൂ, അല്ല ദീർഘകാലത്തേക്ക് അകന്നു പോയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെയോ നിങ്ങളോടുള്ള ഈ അകൽച്ച വന്നപ്പോൾ അവർ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ്. നിങ്ങളുടെ കോണ്ടാക്ട് ഇല്ലാതെ ഇരിക്കുമ്പോൾ അവർ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണെന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളും ഇതേപോലെ ആയിരിക്കും എന്ന്. അവർക്ക് ഫീൽ ചെയ്യുന്നത് പോലെ നിങ്ങൾക്കും ഈ ഒരു അവസ്ഥ ഫീൽ ചെയ്തിട്ടുണ്ട് എന്ന് അവർ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെപ്പറ്റി. അതാണ് കാണുന്നത്. അവർക്കിവിടെ ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കും ഇതേപോലെ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങളും ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലേക്കാണോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതാണ്. പിന്നെ 7 ഓഫ് വാൻസ്, അവർക്കിവിടെ പ്രശ്നങ്ങൾ ചുറ്റിനുമുണ്ട്. എന്തൊക്കെയായാലും ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം, ഇനി അതുമല്ല എങ്കിൽ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഇനി ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും അവരെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവണം. മനഃപൂർവ്വമല്ല, ചിലപ്പോൾ ബോധപൂർവമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലവേഴ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കാരണം നിങ്ങളോട് അത്രമാത്രം അടുപ്പമുണ്ട്, നിങ്ങളോട് അത്രമാത്രം ഒരു ആത്മബന്ധമുണ്ട് അവർക്കെന്നാണ് കാണുന്നത്. കാരണം അവരിവിടെ പാസ്റ്റ് ലൈഫിലെ സ്വപ്നം കണ്ടിരുന്നത്, പാസ്റ്റ് ലൈഫ് കണക്ഷനാണിത്. എന്താന്ന് വെച്ചാൽ അവർ മുൻപേ തന്നെ സ്വപ്നം കണ്ടിരുന്ന ഒരു പാർട്ട്ണറാണ് നിങ്ങളെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ. പിന്നെ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നു. എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അമിതമായ സ്നേഹ നിമിത്തം പ്രശ്നമുണ്ടാകും. പൊസസീവ്നെസ് കൊണ്ടും പ്രശ്നം ഉണ്ടാകുമല്ലോ അല്ലെ. അമിതമായ സ്നേഹ നിമിത്തം നിങ്ങൾ ആരോടെങ്കിലും സംസാരിച്ചു, ചിലപ്പോൾ ആരുടെയെങ്കിലും ഒരു മെസ്സേജ് എതിർച്ചയാ വന്നു പോയെങ്കിൽ അവരത് കണ്ടിട്ട് വഴക്കിടാം, എന്നിട്ട് കുറച്ച് അകൽച്ചയിലാവാം, അവരങ്ങ് ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടാവാം. മനസ്സിലായി? കുറെ കൂടെ കഴിയുമ്പോൾ അവർക്ക് കുറ്റബോധം ഉണ്ടായിട്ട് അവർ തിരികെ വരുന്ന എനർജി ആവാം. ഇനി അതുമല്ല എങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കണ്ടില്ലേ, ചെറിയ അകൽച്ച, സാമ്പത്തികപരമായ ചെറിയ ചില അകൽച്ചകൾ ഉണ്ടാവാം. ചിലപ്പോൾ അവർ സാമ്പത്തികത്തിന് ഒത്തിരി ബുദ്ധിമുട്ടുന്നവരാവാം, അല്ലെങ്കിൽ അവരോട് ആരെങ്കിലും വാങ്ങിച്ചിട്ട് ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം, അല്ല എങ്കിൽ അവർ നിങ്ങളറിയാതെ ആരോടെങ്കിലും അവർ വാങ്ങിച്ചിട്ടുണ്ടാവണം, കൊടുക്കാതിരുന്നിട്ടുണ്ടാവണം. അത് കണ്ടില്ലേ, അതാണ് ഈ ഒരു അകൽച്ച വന്നിരിക്കുന്നത്. അത് ചിലപ്പോൾ നിങ്ങളോട് പറയാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതായിരിക്കണം ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങളിൽ നിന്ന് അവർ ഹൈഡ് ചെയ്തിട്ടുണ്ട് ചില കാര്യങ്ങൾ, ഇതായിരിക്കണം എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മനസ്സിലായി? അല്ലാതെ എല്ലാം കൂടെ ഒന്ന് ഒപ്പിച്ച് പറയുന്നതല്ല. മുൻപ്
കുറെ നാൾ മുൻപ് ഒരാൾ കമന്റ് ഇട്ടിരുന്നു എല്ലാം ഇതങ്ങ് ഒപ്പിച്ച് പറയുകയാണല്ലോ എന്ന്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സ് നിങ്ങൾ അത്ര അറിവില്ലാത്തവരും വിവരമില്ലാത്തവരും ഒന്നും അല്ലല്ലോ. ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ഹൈഡിങ് ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. കാരണം ഈ ഒരു 5 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി ഇവിടെ വന്നിടത്തോളം എന്തെങ്കിലും സാമ്പത്തികപരമായ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അത് നിങ്ങളോട് പറയാൻ ഇപ്പോൾ പറ്റുന്നില്ല. അത് ഹൈഡ് ചെയ്തേ മതിയാവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ആ ഒരു പേടി നിമിത്തം മാത്രമാണെന്നാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, ഈ ഒരു കണക്ഷൻ ഉള്ളിടത്തോളം കാലം, ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട് നിങ്ങൾ തമ്മിൽ. ഉള്ളിടത്തോളം കാലം എത്രമാത്രം പിണങ്ങിപ്പോയാലും അവർ തിരികെ വരിക തന്നെ ചെയ്യും. അവർക്ക് നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം അവരുടെ കറന്റ് എനർജിയിൽ വന്നിരിക്കുന്നത് എന്താണ്? 9 ഓഫ് വാണ്ട്സ് ആണ്. ഈ 9 ഓഫ് വാണ്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഒരു വാണ്ടും കൂടെ നിങ്ങളെന്ന് പറയുന്ന വാണ്ട് ഇല്ലാതെ അവിടെ കംപ്ലീറ്റ് ആവുന്നില്ല. കംപ്ലീഷൻ നടക്കണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു പരിപൂർണത വേണമെങ്കിൽ നിങ്ങൾ കൂടെ ചേർന്നു എങ്കിൽ മാത്രമേ പറ്റൂ. നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ സൺ കാർഡ് വന്നേക്കുന്നത് കണ്ടില്ല. നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ സമ്പൂർണമായ സന്തോഷത്തിലേക്ക് നീങ്ങാൻ പറ്റൂ. മനസ്സിലായോ? അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവർക്ക് മറ്റ് പല ഓപ്ഷനുകളും ഉണ്ടാകും അവരുടെ ലൈഫിൽ. മറ്റാരെങ്കിലും ഒക്കെ ഇവരോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് കൂടിയിട്ടുണ്ടാവും. പക്ഷെ അവര് അങ്ങനെ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളോടാണ് ഈ ഒരു കണക്ഷൻ ഉള്ളത്. അതുകൊണ്ട് അവർക്ക് അങ്ങ് പോകാൻ പറ്റില്ല. കാരണം നിങ്ങളെയാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മളിവിടെ കണ്ടത്. ഇവിടെ പുതിയൊരു തുടക്കത്തിന് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളുമായിട്ട് പുതിയൊരു തുടക്കത്തിന് ആഗ്രഹിക്കുന്ന ഏസ് ഓഫ് സോഡ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കണ്ടല്ലേ? അപ്പൊ ഇവിടെ നിങ്ങളുമായിട്ട് പുതിയൊരു തുടക്കത്തിന് ആഗ്രഹിക്കുന്നു, നിങ്ങളുമായിട്ട് യാത്ര പോകാൻ ആഗ്രഹിക്കുന്നു, യാത്രകളിൽ സന്തോഷം അനുഭവിക്കാനും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതാണ് നിങ്ങളോടുള്ള മനോഭാവം. ഇത് തന്നെയാണ്. മനസ്സിലായോ? നമുക്ക് ഒറക്കിൾ കാർഡ്സ് കൂടെ ഒന്ന് നോക്കാവേ. ഹയർ സെൽഫിൽ നിന്നുള്ള മെസ്സേജ് എന്താണ് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ? പാഷൻ ഇഗ്നൈറ്റഡ്. എത്ര നല്ല എനർജിയാണ്. കണ്ടല്ലേ? ഇവിടെ വന്നിരിക്കുന്നത് അവർക്ക് നിങ്ങളോടുള്ള എനർജിയാണിത്. പാഷൻ ഇഗ്നൈറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങളെ കാണാനും നിങ്ങളോട് ഒത്തുചേർന്നൊരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാനും ആവേശമുണ്ട്. ആവേശം അവർക്ക് ആളിക്കത്തുന്നുണ്ട്. അവർക്ക് ഇപ്പോൾ അത് പറയാൻ പറ്റുന്നില്ല. അതാണ് ചില കാര്യങ്ങൾ അവർ ഹൈഡ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ അവരുടെ ഉള്ളിലുണ്ട് നിങ്ങളോടൊപ്പം ചേരണമെന്നും അല്ലെങ്കിൽ നിങ്ങളോടൊത്ത് കൂടി നല്ല ഒരു ജീവിതത്തിലേക്ക് മുന്നോട്ട് വരണമെന്നും അവർക്ക് ആഗ്രഹമുണ്ട്. അത് തൽക്കാലത്തേക്ക് അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ കണ്ടില്ലേ? ന്യൂ ബിഗിനിങ്സ്, പുതിയൊരു തുടക്കത്തിന് അവർ ആഗ്രഹിക്കുന്നു. നമ്മളിവിടെ ഏസ് ഓഫ് സോഡ് വന്നിട്ടുണ്ടായിരുന്നു. കണ്ടല്ലേ? നിങ്ങളോടുള്ള മനോഭാവത്തിൽ ഏസ് ഓഫ് സോഡ് വന്നിരുന്നു. നമ്മളിവിടെ ഹയർ സെൽഫിൽ നിന്നുള്ള മെസ്സേജ് അല്ലേ ഒറക്കിൾ കാർഡ്സ് എടുത്തപ്പോൾ എന്താണ്? ഇവിടെയും പുതിയൊരു തുടക്കം. അവരൊരു പുതിയ തുടക്കത്തിന് ആഗ്രഹിക്കുന്നു നിങ്ങളുമായിട്ട്. അതാണ് നമ്മളിവിടെ കാണുന്നത്. പിന്നെ മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെറിറ്റി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോടൊത്ത് ചേരുമ്പോൾ, നിങ്ങൾ രണ്ടുപേരും കൂടെ ചേരുമ്പോഴാണ് ഇവിടെ ഐശ്വര്യവും സമൃദ്ധിയും അവരുടെ ലൈഫിൽ ഉണ്ടാവുന്നത് എന്നാണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എനർജി ഉണ്ട് ഇവിടെ. ഈ ഒരു എനർജിയിൽ നിന്ന് ലഭിക്കുന്ന അത് തന്നെ ദൈവാനുഗ്രഹമാണ്. ദൈവികമായ എനർജിയാണിത്. അല്ലെങ്കിൽ ഇതൊരു ഡിവൈൻ റൊമാൻറ്റിക് ലവ് തന്നെയാണ്. അപ്പൊ ഇവിടെ ഡിവൈൻ മസ്കുലിൻ എനർജി, ഡിവൈൻ ഫെമിനിൻ എനർജി കൂടി ചേരുമ്പോൾ തീർച്ചയായിട്ടും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള എനർജി നിലനിൽക്കുന്നത്. അവർ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവണം, നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ഒരുപാട് പ്രോഗ്രസ് ഉണ്ടായത്, ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി ഉണ്ടായത്, അത് മറ്റു പല കാര്യങ്ങളും, എൻ്റെ സ്വഭാവം തന്നെ മാറിപ്പോയിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടു കൂട്ടരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടാവണം. ജീവിതത്തിൽ ഒരു കൃത്യനിഷ്ഠ വന്നത് അങ്ങനെയാണ്. ഇതൊക്കെ നിങ്ങൾ പരസ്പരം പറഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത്. എന്നാൽ ചോദിക്കുക, എന്തുകൊണ്ട് അവർ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ വിളിക്കുന്നില്ല, സംസാരിക്കുന്നില്ല എന്നൊക്കെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരമായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ അവർക്ക്
ചുറ്റിനും കുറേ പ്രശ്നങ്ങളുണ്ട്. അതൊന്ന് സോൾവ് ചെയ്യണം. അത് സോൾവ് ചെയ്യാതെ ഇനി നിങ്ങളിലേക്ക് വരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. പക്ഷെ അവരുടെ ഹൃദയത്തിൽ നിങ്ങളെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളോടുള്ള സ്നേഹത്തെ ഇവിടെ അടക്കി പിടിച്ചിരിക്കുന്നുണ്ട്. പൊസസീവ്നെസ് ആണ്, നിങ്ങൾ അവരുടേതാണ് എന്നുള്ള ഒരു ബോധം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോകാൻ പറ്റുന്നില്ല. വീണ്ടും വന്നു ചേരുന്ന ബന്ധമാണ് ഇതെന്ന് തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. പുതിയ തുടക്കം, നിങ്ങളോട് ഒത്തുചേരാനുള്ള ആവേശം കണ്ടില്ലേ, പാഷൻ ഇഗ്നേറ്റഡ് ആണ്. അപ്പം നിങ്ങളോട് ഒത്തുചേർന്ന് മുന്നോട്ട് പോകാൻ ഹൃദയത്തിൽ നിന്ന് സ്നേഹമാണിത്, ഒരു പ്രണയമാണിത്. അപ്പോൾ ഈ ഒരു പ്രണയം നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളെ കാണുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത്, ഇതുവരെ അടക്കി പിടിച്ചിരുന്ന കാര്യങ്ങളും രഹസ്യങ്ങളും എല്ലാം നിങ്ങളെ കാണുമ്പോൾ പറയാനായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത്രമാത്രം ആവേശമുണ്ട് എന്ന് കാണുന്നുണ്ട്. നിങ്ങളുമായി ഒത്തുചേർന്ന് യാത്രകൾ പോകാൻ ആഗ്രഹിക്കുന്നു, പുതിയൊരു തുടക്കത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെറിറ്റി, ഡിസെപ്ഷൻ ആൻഡ് എന്നി കണ്ടില്ലേ, നിങ്ങൾക്ക് തമ്മിൽ അകൽച്ച ഉണ്ടായതിൻ്റെ കാരണം നിങ്ങളുടെ ഈ സ്നേഹബന്ധത്തിൽ ആർക്കെങ്കിലുമൊക്കെ അസൂയയുണ്ടാവാം. നിങ്ങൾ ഒന്നിച്ച് കൂടെ ചേർന്ന് നടക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സൗന്ദര്യം കണ്ടിട്ടാവാം, നിങ്ങളുടെ ആ യോജിപ്പ് കണ്ടിട്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം കണ്ടിട്ടാവാം, എന്ത് കണ്ടിട്ടായാലും മറ്റുള്ളവർ അസൂയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ചുറ്റും ശത്രുക്കളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ ഈ ഒരു കണക്ഷൻ കുറച്ചൊന്ന് അകൽച്ച വന്നത് ഇടയ്ക്ക്. അത് വീണ്ടും ഒന്നിക്കും, നിങ്ങൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകും എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്കുള്ള ഡിവൈൻ ഗൈഡൻസ് ആണിത്. ഗീവ് താങ്ക്സ് ഫോർ ദ ബ്ലെസ്സിങ്സ് ഓഫ് ലവ് സൂൺ ടു കം യുവർ വേ. താങ്ക്സ് പറയാൻ മടിക്കരുതെന്ന് ഞാൻ എപ്പോഴും എല്ലാ റീഡിങ്ങിലും എല്ലാ യൂണിവേഴ്സൽ മെസ്സേജിലൊക്കെ നമ്മൾ പറയുന്നത് എന്താണ്? താങ്ക്സ് പറയാൻ മടിക്കരുത്. എന്തും നമുക്ക് യൂണിവേഴ്സ് തരും അല്ലേ? അല്ലെങ്കിൽ നമ്മളോടൊപ്പമുള്ള ആൾക്കാരുടെ സ്നേഹം നമുക്ക് കിട്ടും. നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറുടെ സ്നേഹം കിട്ടുമ്പോഴെങ്കിലും നിങ്ങൾ താങ്ക്സ് പറയണം. അല്ലെങ്കിൽ അവരൊരു ചെറിയ ഗിഫ്റ്റ് തന്നാൽ പോലും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? താങ്ക്സ് പറയണം. താങ്ക് യു സോ മച്ച്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. നല്ല വാക്കുകൾക്ക്, അവരുടെ നല്ല വാക്കുകൾക്ക്, അവർ തരുന്ന ഗിഫ്റ്റിന് ഒക്കെയും താങ്ക്സ് പറയാൻ മടിക്കരുത്. യൂണിവേഴ്സിനോട് ഇത്രമാത്രം സ്നേഹം അനുഭവിക്കുന്നതിന്, സമൃദ്ധി തന്നതിന്, ഐശ്വര്യം തന്നതിന് ഒക്കെയും താങ്ക്സ് പറയാൻ മടിക്കരുത് യൂണിവേഴ്സിനോട്. എല്ലായ്പ്പോഴും യൂണിവേഴ്സിനോട് താങ്ക് യു എന്ന് പറഞ്ഞു നോക്കിക്കേ. അത്രമാത്രം നിങ്ങളുടെ ഹൃദയം ആർദ്രമാകും. ഈ സമയത്ത് നിങ്ങളിലേക്ക് ഒരുപാട് സ്നേഹം വരും. ഈ സ്നേഹം വരുമ്പോഴെന്താണ്, മറ്റു ചില കാര്യങ്ങളും കൂടെ നിങ്ങളോട് അടുത്തുകൂടും. മനസ്സിലായി? അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ എന്ത് കാര്യം നിങ്ങളോട് സന്തോഷത്തിന് വേണ്ടി പറയുന്നുണ്ടോ, അപ്പോഴൊക്കെ നിങ്ങളൊന്ന് താങ്ക്സ് പറയാൻ മടി വിചാരിക്കരുത്. പെട്ടെന്ന് തന്നെ താങ്ക്സ് പറയണം. അതാണ്. അല്ലാതെ ഇപ്പോൾ പറയേണ്ട താങ്ക്സ് പിന്നീട് വൈകിട്ട് പറഞ്ഞാൽ പോരാ. അപ്പോൾ തന്നെ താങ്ക്സ് പറയണം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് യു ഡിസേർവ് ടു ബി ആൻഡ് ഹാവ് ആൾ ദ അറ്റ് യുവർ ഹാർട്ട് ട്രൂലി ഡിസൈർസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് അവരുടെ സ്നേഹം നിങ്ങൾ അർഹിക്കുന്നുണ്ട് അല്ലേ? നിങ്ങളുടെ സ്നേഹം അവരും അർഹിക്കുന്നുണ്ട്. അതുകൊണ്ട് പരസ്പരം താങ്ക് യു പറഞ്ഞു വേണം മുന്നോട്ട് പോകാൻ. അങ്ങനെയാണ് ഒരു നല്ല ജീവിതത്തിലേക്ക് പോകാൻ കഴിയുന്നത്. നല്ല സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഡിവൈൻ ഗൈഡൻസ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് കുറച്ച് ക്ലൂസ് എടുക്കാവേ. നമ്പർ 8 ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ക്യാൻസർ, കർക്കിടക മാസം, പുണർന്നം, കാൽ, പൂയം, ആയില്യം. സെപ്റ്റംബർ മന്ത്. ലെറ്റർ ജി, ലെറ്റർ എച്ച്. ടോറസ്, ഇടവമാസം, കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരം, അര. ലെറ്റർ ഇ, ലെറ്റർ എഫ്. മാർച്ച് മന്ത്. നമ്പർ 1. നമ്പർ 5. ഡിസംബർ മന്ത്.
ലെറ്റർ ആർ, ലെറ്റർ എസ്. ഇത് മിക്കവാറും വരുന്നതാണ്. ലെറ്റർ ആർ, ലെറ്റർ എസ്. പത്തനംതിട്ട, കണ്ണൂർ. നവംബർ മന്ത്. ജൂലൈ മന്ത്. ഫെബ്രുവരി. സ്കോർപിയോ, വൃശ്ചിക മാസം. വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട. കൊല്ലം. വയനാട്. ജാനുവരി. വിർഗോ, കന്നിമാസം. ഉത്തരം, മുക്കാൽ, അത്തം, ചിത്തിര, അര. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ക്ലൂസ് ഇതൊക്കെയാണ്. നമ്മുടെ റീഡിങ് ഇതൊക്കെയാണ്. വന്നിരിക്കുന്ന കാർഡ്സിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ ഈ റീഡിങ് ആർക്കെങ്കിലുമൊക്കെ റെസണേറ്റ് ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.